الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൂറത്തു തൗബയിലെ 128-ാമത്തെ വചനമാണ് ഞാൻ ഓതിവെച്ചത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ചു, ആ നിയോഗം വിശ്വാസി സമൂഹത്തിന് നൽകുന്ന നേട്ടങ്ങളെ കുറിച്ച്, അതിന്റെ സവിശേഷതകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലൂടെയും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മളോട് നിർദ്ദേശിക്കുന്നു, നമുക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഇതാ വിട്ടിരിക്കുന്നു, അയച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വന്നിരിക്കുന്നു. എന്താണ് ആ പ്രവാചകൻ? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നതും ക്ലേശിക്കുന്നതും വിഷമിക്കുന്നതും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്, അസഹനീയമാണ്. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും താല്പര്യവും അതീവമായ താല്പര്യമുള്ള ആളുമാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് അങ്ങേയറ്റം ദയയുള്ള ആളും കരുണയുള്ള ആളുമാകുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പല 3 വിശേഷണങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് ഇവിടെ കാണുക. ഒന്നെടുത്ത് പറഞ്ഞത് നമ്മൾ വിഷമിക്കുന്നത് പ്രവാചകന് സഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് നമ്മളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളാണ് എന്നാണ്. മൂന്നാമത് വിശ്വാസികളോട് പ്രത്യേകിച്ച് ദയയും കാരുണ്യവും ഉള്ള ആളാണ് എന്നാണ്. ഇതേപോലെ തന്നെ
സൂറത്തു ആല ഇംറാനിലെ 164 വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത്, ദാക്ഷിണ്യം കാണിച്ചിരിക്കുന്നു. എന്താണത്? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നത്. എന്നിട്ട് ആ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? യത്ലു അലൈഹിം ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, മുമ്പ് അവർ വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്നല്ല, മനുഷ്യ സമൂഹത്തിലേക്ക് കാലാകാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച പ്രവാചകന്മാരുടെ എല്ലാം ദൗത്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പോലെ തന്നെയായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായില്ല. പക്ഷെ ചില സവിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട് മറ്റുള്ള പ്രവാചകന്മാരെ അപേക്ഷിച്ച്. അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയും, ലോകത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയും, ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെടുന്ന വ്യക്തിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി നിലകൊള്ളുന്നു എന്നത് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടു കൂടി പ്രവാചകന്മാരുടെ നിയോഗം അള്ളാഹു അവസാനിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതിലൂടെ മറ്റ് പ്രവാചകന്മാർക്ക് മുമ്പ് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥങ്ങളായിരുന്നാലും ഏടുകളായിരുന്നാലും അതിന്റെ എല്ലാം അവതരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് ലഭിക്കേണ്ട സന്ദേശം എന്ന് പറയുന്നത് മുമ്പ് വന്ന പ്രവാചകന്മാരിലൂടെ കൈമാറി വന്ന ഇസ്ലാമിന്റെ സമഗ്രവും സമ്പൂർണവുമായ രൂപം എക്കാലത്തെയും ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ നിയോഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ. ഒന്ന്, കാഫത്തൽ ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കും പ്രവാചകനാണ്. രണ്ട്, ഖാത്തമുൻ നബിയീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ്. ഇത് മറ്റൊരു പ്രവാചകന്മാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു എന്ത് ചെയ്തു? അവൻ നൽകിയ സന്ദേശത്തിന്റെ പൂർത്തീകരണം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പ്രഖ്യാപനത്തിലൂടെ ദീനിന്റെ പൂർത്തീകരണവും അല്ലാഹു നിറവേറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. റസൂലിനോടുള്ള അള്ളാഹു നിയോഗിച്ചയച്ച മുഴുവൻ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ഇഷ്ടപ്പെടുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅനാ ഔലൻ നാസി ബിഹി ഫിദ് ദുനിയാ വൽ ആഖിറ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും ജനങ്ങളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ സ്വന്തത്തെക്കാൾ ഞാനാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ 6-ാമത്തെ വചനം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയ്യു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ബിൽ മുഅ്മിനീന, വിശ്വാസികളോട് ഏറ്റവും അടുത്ത ആളാണ്. ആരെക്കാൾ? മിൻ അൻഫുസിഹിം, അവരെക്കാൾ. എനിക്ക് എന്നെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ പ്രവാചകനെ ആയിരിക്കണം. ഓരോ വിശ്വാസിക്കും അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ വിശ്വാസം അതിന്റെ പരിപൂർണതയിൽ എത്തുകയുള്ളൂ എന്നർത്ഥം. തന്നെയുമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅസ്വാജുഹു ഉമ്മഹാതുഹും, റസൂലിന്റെ സഹധർമ്മിണിമാർ അവരുടെ ഉമ്മമാരും കൂടിയാണ്. ആ ബന്ധവും കൂടി ഒന്ന് നാം മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തത്തെക്കാളും ഏറ്റവും കൂടുതൽ അടുത്തവൻ ആയിരിക്കണം, എങ്കിലേ വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാർ അവരെല്ലാവരും ആരാണ്? വിശ്വാസികളുടെ ഉമ്മമാരാണ്. വല്ലാത്ത ഒരു ബന്ധമാണ് പ്രവാചകനോടും പ്രവാചക കുടുംബത്തോടും നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ഒരാളും വിശ്വാസിയാവൂല ഏതുവരെ? ഹത്താ അകൂന, ഞാനായി തീരുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നത് വരെ. ആരെക്കാൾ? മിൻ വാലിദിഹി, അവന്റെ ഉപ്പയേക്കാൾ, വവുൽദിഹി, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും അപ്പുറം ഞാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ ഒരാളും വിശ്വാസിയാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഒരു സദസ്സ്, പ്രവാചകന്റെ സദസ്സ്, അബ്ദുല്ലാഹ് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന സഹാബി പറഞ്ഞു തരികയാണ്, ഞങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചു. അപ്പോൾ എന്നിട്ട് ആ കൈക്ക് പിടിച്ചു നിൽക്കുന്ന വേളയിൽ ഫഖാല ലഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ല അന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എന്റെ ശരീരത്തെ മാറ്റി നിർത്തി ബാക്കി എന്തൊക്കെയുണ്ടോ ഈ പ്രപഞ്ചത്തിൽ അതിനെയൊക്കെക്കാൾ എനിക്കിഷ്ടം അങ്ങയാണ്. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. പ്രവാചകനോട് എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്, പക്ഷെ എന്നേക്കാൾ അല്ല എന്നുള്ള ധ്വനിയിലാണ് ആ സംസാരം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് എല്ലാറ്റിനേക്കാളും കൂടുതൽ അങ്ങ് ഇഷ്ടപ്പെട്ടവനാണ്, ഇല്ലാ മിൻ നഫ്സി, എന്നെ ഒഴിച്ചു നിർത്തിക്കൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്നോടാണല്ലോ സ്നേഹം ഉണ്ടാകേണ്ടത്. ആ നിലയിൽ എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം അങ്ങയോടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അല്ല, വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിന്നേക്കാൾ നിനക്ക് എന്നോടായിരിക്കണം ഏറ്റവും അധികം ഇഷ്ടം, അത് അല്ലാതെ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആൻ, അങ്ങനെയാണ് കൽപ്പനയെങ്കിൽ ഇപ്പോഴിതാ, വല്ലാഹി ല അന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്നേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങ് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് നിന്റെ വിശ്വാസം അതിന്റെ പരിപൂർണതയിലെത്തിയത്. ഇത് ആരോട് പറഞ്ഞു എന്ന് ഓർക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനും തമ്മിലുള്ള ബന്ധം ആരോടാ പറയേണ്ടത്? പ്രവാചകന്റെ വഫാത്ത് വേളയിൽ പൊട്ടിക്കരഞ്ഞ് മരിച്ചില്ല എന്ന് പറഞ്ഞു നടന്ന വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സ്നേഹം അത്ര വലുതാണ്. എന്നിട്ടാ പറഞ്ഞത് ഒരു വാക്കിലൂടെ, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അങ്ങാണ്. അപ്പോഴാ പ്രവാചകൻ പറഞ്ഞത്, പറ്റില്ല, നിന്നേക്കാൾ ഞാനായിരിക്കണം നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ. അപ്പൊ ഒരു വിശ്വാസിക്ക് അവനേക്കാൾ എന്തിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആയിരിക്കണമെന്ന് സാരം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം കാണിച്ചിരുന്നത്, നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാത്തിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ലമർ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അതായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പ്രവാചകൻ അഹബ്ബു ഇലൈന, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു, മിൻ അംവാലിനാ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, വഔലാദിനാ, ഞങ്ങളുടെ മക്കളെക്കാൾ, വആബായിനാ, ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ, വഉമ്മഹാത്തിനാ, ഞങ്ങളുടെ ഉമ്മമാരെക്കാൾ, വമിനൽ മാഇൽ ബാരിദി അലൽ ലമർ,
ദാഹിച്ചു വലയുന്ന സന്ദർഭത്തിൽ കിട്ടുന്ന തണുത്ത വെള്ളത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആലോചിച്ചു ഓരോ വാക്കും. ഇങ്ങനെയായിരുന്നു അവർ പ്രവാചകനെ സ്നേഹിച്ചത്. തണുത്ത വെള്ളം ദാഹിച്ചു വലയുമ്പോൾ കിട്ടുമ്പോൾ ഒരു ഇഷ്ടം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ധാരാളിച്ച് കളയുന്നുണ്ട്. അതുകൊണ്ട് അറിയില്ല അതിന്റെ വില. കിട്ടാതെ വരുമ്പോഴാണ് അതിന്റെ വില അറിയുക. അത് നല്ല തണുത്ത വെള്ളം ദാഹിച്ച് പരവശനായി നിൽക്കുന്ന സന്ദർഭം, ആ വാക്ക് വല്ലാത്ത വാക്കാണ്. അതൊരു മനുഷ്യന് എത്രമാത്രം ഇഷ്ടമാണോ അതിനേക്കാൾ ഇഷ്ടമാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. സഹാബത്തിനെ ഓരോരുത്തരും നാം എടുത്തു നോക്കിയാൽ അവരൊക്കെ പ്രവാചകനോട് കാണിച്ചിരുന്ന സ്നേഹം അതിനേക്കാൾ അപ്പുറമാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം സുബഹിക്ക് ബാങ്ക് കൊടുത്ത് എങ്ങനെയോ തീർത്തു. അതിനുശേഷം ബാങ്ക് കൊടുക്കാൻ പറയുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ തയ്യാറായില്ല. ആരാണ് ബിലാലിനെ ബാങ്ക് കൊടുക്കാൻ ആദ്യം നിയോഗിച്ചത്? മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ ശുദ്ധീകരിച്ചതിന് ശേഷം വിജയിച്ച ദിവസം, കഅബ ശുദ്ധീകരിച്ച ശേഷം ആ കഅബയുടെ മുകളിൽ കയറി നിന്ന് ബാങ്ക് കൊടുക്കാൻ എല്ലാവരും കൊതിച്ചപ്പോൾ അതിന് അവസരം ഒരുക്കി കൊടുത്തു പ്രവാചകൻ. തന്റെ തോള് കോണിയാക്കി പിടിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ മുകളിൽ കയറ്റി നിർത്തി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിപ്പിച്ചു. ആദ്യം പ്രവാചകനാണ് വിളിപ്പിച്ചത്. ആ പ്രവാചകൻ വഫാത്തായി വെള്ളത്തുണിയിൽ പുതച്ചു കിടത്തി. ആ കാഴ്ച കണ്ടുകൊണ്ട് മദീനയിലെ മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആദ്യം മുറിഞ്ഞ വാക്കുകളിൽ അല്ലാഹു അക്ബർ തുടങ്ങി അവസാനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒപ്പിച്ചു. ലാസ്റ്റ് അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞിട്ട് തീരുന്നില്ല, അവിടെ നിർത്തി. എങ്ങനെയോ ബാങ്ക് പൂർത്തിയാക്കി. അതിനുശേഷം ആ നാട്ടിൽ നിന്ന് തന്നെ താമസം മാറ്റി. ആര് പറഞ്ഞിട്ടും ബാങ്ക് കൊടുത്തില്ല. ബാങ്ക് കൊടുക്കാതിരിക്കാൻ കാരണം ബാങ്കിനോടുള്ള അനിഷ്ടമല്ല, മറിച്ച് ആ ബാങ്ക് കൊടുക്കുമ്പോൾ തന്റെ കരളിന്റെ കഷ്ടമായ തന്നെ മനുഷ്യനായ ആദ്യം കണ്ട എല്ലാവരും അകറ്റി നിർത്തിയപ്പോൾ ആദ്യം ചേർത്ത് പിടിച്ച ആ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയാൻ കെൽപ്പില്ലാതെ ബാങ്ക് വിളിക്കൽ പോലും നിർത്തിപ്പോയി ഈ സഹാബത്ത്. അത്ര സ്നേഹം. യുദ്ധക്കളങ്ങളിൽ സ്വന്തം ശരീരം പ്രവാചകന് കവചമായി നിന്നുകൊണ്ട് പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പും സ്വന്തം ശരീരത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ശരശയ്യയിൽ കിടന്ന എത്രയോ സഹാബികളുണ്ട് മുറിവേറ്റവർ. അതൊക്കെയാണ് പ്രവാചകനോടുള്ള സ്നേഹം. ഇപ്പൊ നമുക്ക് ചോദിക്കും, ഇങ്ങനെയൊന്നും പ്രവാചകനെ നമുക്ക് കിട്ടില്ലല്ലോ സ്നേഹിക്കാൻ. ശരിയാണ്, കിട്ടുമെങ്കിൽ ഉറപ്പല്ലേ നമ്മൾ സ്നേഹിക്കൂലേ, നമ്മുടെ ജീവൻ കൊടുക്കൂലേ പ്രവാചകന് വേണ്ടി? സംശയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഉമ്മത്തും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ടിട്ട് ഇതുപോലുള്ള സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്നേഹിക്കണം പ്രവാചകനെ? റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ദിവസം തെരഞ്ഞെടുത്ത് ഏതെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയുള്ള സ്നേഹമാണോ സ്നേഹം? അതല്ല പ്രവാചകനോടുള്ള സ്നേഹം. ഒന്ന്, പ്രവാചകൻ ആരാണെന്ന് പഠിക്കുക. രണ്ട്, ആ പ്രവാചകനെ അങ്ങേയറ്റം അറിയുക. മൂന്ന്, ആ പ്രവാചകനെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുക. നാല്, ആ പ്രവാചകൻ വരച്ചു കാണിച്ച കാര്യങ്ങൾ ആ പ്രവാചകനെ റോൾ മോഡലാക്കി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അതായിരിക്കണം സ്നേഹം. അതാണ് വിശ്വാസികളുടെ ബാധ്യത. എപ്പോഴും ആ സ്നേഹം വേണം, എന്നും വേണം. മരണസമയത്ത് പോലും ഉണ്ടാകണം ആ സ്നേഹം. മരണശേഷം ഒപ്പം ആ പ്രവാചകൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ എത്തണമെന്ന് കൊതിക്കണം, തേടണം.
ഇതൊക്കെയാണ് പ്രവാചകനോടുള്ള ഇപ്പോഴത്തുള്ള സ്നേഹം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആയത്തുകൾ എത്രയാ നമുക്ക് കെട്ടഴിക്കാനുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ റോൾ മോഡൽ, ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക അള്ളാഹുവിന്റെ റസൂലിലാണ് നിങ്ങൾക്ക്. റസൂല് കൽപ്പിച്ചതെന്തോ അത് ചെയ്യുക, റസൂല് വിരോധിച്ചതെന്തോ അത് വർജിക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, കൽപ്പിച്ചത് സ്വീകരിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞത് വിട്ടുകളയുക. ഇതൊക്കെയാണ് ഖുർആൻ എടുത്തു പറയുന്നത്. അതുപോലെ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, പ്രവാചകനെ ഇത്തിബായി ചെയ്ത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. രണ്ട് കാര്യങ്ങളുണ്ട് ആ ഒറ്റ വചനത്തിൽ. ഒന്ന്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. അള്ളാഹുവിനോടുള്ള ഇഷ്ടം പൂർണ്ണമാകണമെങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബായി ചെയ്യണം, പിൻപറ്റണം. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. റസൂലിനെ ഇത്തിബായി ചെയ്യുന്നതിലൂടെ വരുന്ന ഗുണങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും, പാപങ്ങൾ പൊറുക്കപ്പെടും. ആ നിലയിലുള്ള ഇത്തിബാണ് ആവശ്യപ്പെടുന്നത്. സ്വർഗം ലഭിക്കും. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ, അവര് പ്രവാചകന്മാര്, സത്യസന്ധന്മാര്, രക്തസാക്ഷികള്, സജ്ജനങ്ങൾ, ഇത്തരം ആൾക്കാരോടൊപ്പമായിരിക്കും അവരുടെ പദവി. അവരാണ് ഏറ്റവും നല്ല ചങ്ങാതിമാർ. ഇന്ന് നമുക്ക് റോൾ മോഡൽ റസൂലല്ല. ഒരു കാര്യത്തിലും റസൂലില്ല നമ്മളുടെ ജീവിതത്തിൽ. ആ ഒരവസ്ഥ മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്, മാറ്റാൻ ബാധ്യസ്ഥനാണ്. കാരണം മതകാര്യം തീർച്ചയായും ഒരു കാരണവശാലും അതിന്റെ ഉള്ളിൽ ഒതുങ്ങാതെ നിർവാഹമില്ല. നമ്മളൊരു കാര്യം ചെയ്താൽ ആ കാര്യം ചെയ്തതിന് അള്ളാഹു പ്രതിഫലം നൽകണമെങ്കിൽ റസൂലിന്റെ ഇത്തിബാഇ, സുന്നത്ത് അതിനുണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ അതിന് പ്രതിഫലം പോലും ലഭിക്കില്ല. വെറുതെ പറയുന്നതല്ലല്ലോ. പിന്നെ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ്, റദ്ദാണ് എന്ന് പറഞ്ഞത്. തള്ളിക്കളയേണ്ടതാണ്, അതിന് ഒരു വില ഉണ്ടാവില്ല. റസൂല് എങ്ങനെ നമസ്കരിച്ചു അതുപോലെ നമസ്കരിക്കുക. റസൂൽ എങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ചു അതുപോലെ വിശ്വസിക്കുക. ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാ കാര്യങ്ങളിലും ആ ഇത്തിബാ, അതായത് റസൂലിനെ പിൻപറ്റലും റസൂലിനെ മാതൃകയാക്കലും അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. എന്റെ ബുദ്ധിക്ക് നിരക്കുന്നില്ല, എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, എന്റെ ലോജിക്കുമായി പൊരുത്തപ്പെടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ മോശമായി ചിത്രീകരിച്ച് മാറ്റി നിർത്താൻ, അകറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. വമാ കാന ലിമുഅ്മിൻ വലാ ലിമുഅ്മിനത്തിൻ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു വിശ്വാസിയായ പുരുഷനും ഒരു വിശ്വാസിനിയായ സ്ത്രീക്കും പറ്റില്ല എന്ത്? ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അല്ലാഹുവും റസൂലും ഒരു തീരുമാനമെടുത്താൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഓരോന്ന് ചെയ്യാൻ തോന്നുക പറ്റൂല. അത് ചെയ്യുന്നത് അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിക്കലാണ്. അങ്ങനെ ചെയ്താൽ അവൻ വ്യക്തമായ വഴികേടിലാണ്. സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനമാണിത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുന്നത് ആദരവോടുകൂടിയായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും റസൂലിന് വേണ്ടി സ്വലാത്തും സലാമും ചെല്ലേണ്ട വിശ്വാസിയുടെ ബാധ്യതയാണ്.
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഖുർആൻ അങ്ങനെയാ പഠിപ്പിച്ചത്. അല്ലാഹു മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വാസികളെ നിങ്ങൾ റസൂലിന് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് പറഞ്ഞത് ഖുർആനാണ്. അതും സൂറത്ത് അഹ്സാബിലെ 66-ാമത്തെ വചനമാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം ചൊരിയലാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കലാണ്. വിശ്വാസികളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അനുഗ്രഹത്തിനും രക്ഷയ്ക്കും വേണ്ടി സമാധാനത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. അതാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ എത്ര നിസ്സാര ഭാവേനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിക്കാറുള്ളത്. ഏതോ ഒരു മുഹമ്മദ്, ഇതിൽ കവിഞ്ഞ് യാതൊരു വിലയും നമ്മുടെ ആരുടെയും മനസ്സിൽ വരുന്നില്ല. ചിലരാണെങ്കിൽ സ്നേഹത്തിന്റെയും സലാത്തിന്റെയും പേരിൽ ആകെ മറ്റെന്തൊക്കെയോ ആയി പോവുകയാണ്. ഇവിടെ ഒന്നുമില്ല. ഇത് രണ്ടിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിനുള്ള നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഒരുപാട് കാണാം. ഒരൊറ്റ വചനത്തിന്റെ സാരം പറയട്ടെ ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അള്ളാഹു പറഞ്ഞ വാക്കുകൾ പോലെ നമുക്ക് തോന്നിക്കുന്ന വാക്ക്, നിന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും നിനക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ 10 നന്മകൾ. നമ്മൾ ഒരിക്കലായിരിക്കും അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി എന്ന് പറയുന്നത്. അതിന് പകരം 10 നന്മകൾ നമുക്ക് രേഖപ്പെടുത്തപ്പെടും. 10 തെറ്റുകൾ, സയ്യിആത്തുകൾ മായിച്ചു കളയും. 10 പദവികൾ അല്ലാഹു ഉയർത്തും. തത്തുല്യമായ അനുഗ്രഹം അവന്റെ മേലിൽ തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇത്ര നേട്ടം പറഞ്ഞു നമുക്ക് എത്ര നിസ്സാരം. അതുപോലെ നിശ്ചിത സന്ദർഭങ്ങളിൽ അത് ചെല്ലാതെ നമ്മുടെ ഒന്നും പൂർത്തിയാകാത്ത അവസ്ഥയുണ്ട്. ഇപ്പൊ നമസ്കാരം പൂർത്തിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് ഇന്നക ഹമീദും മജീദ് വരെ നമ്മൾ ചൊല്ലുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക. ഇങ്ങനെ സദാ മനുഷ്യർ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന നിലയിൽ എന്തൊക്കെയാണോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അംഗീകാരത്തിലൂടെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയത് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകനെ അനുധാവനം ചെയ്ത് നമ്മിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകന്റെ സവിശേഷതകൾ നമ്മൾ നേരത്തെ സൂറത്തു തൗബയിലെ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ആ പ്രവാചകൻ നമ്മിലേക്ക് വന്നത് നമ്മളുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ നന്മയെ തച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന നിലയിലുള്ള ഒരു നീക്കവും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ എന്ന വ്യക്തമായ സന്ദേശമാണ് ആ വചനങ്ങൾ നൽകുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുഴുവൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി തീരുന്ന, ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, അതിലൂടെ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഉത്തമ വിശ്വാസികളും വിശ്വാസിനികളുമായി തീരാൻ ശ്രമിക്കേണ്ടതാണ് നാം ഓരോരുത്തരും. അല്ലാഹു അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടവും സ്നേഹവും വിശ്വാസികളുമായുള്ള ബന്ധവും വളരെ വലുതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ അത് വീണ്ടും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇങ്ങനെ ബോധിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത്. അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ വിശ്വാസി സമൂഹത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഈ റബീഉൽ അവ്വൽ ആകുമ്പോൾ മാത്രം അതിനു വേണ്ടി പ്രത്യേക ചടങ്ങുകളും കാര്യങ്ങളും ഒരുക്കങ്ങളും മറ്റു പലതും, അരുതാത്ത പലതും ചെയ്തുകൊണ്ട് അതൊക്കെ ഹുബ്ബുൻ നബിയാണ്, പ്രവാചക സ്നേഹമാണ് എന്ന് വരുത്താൻ ശ്രമിക്കുമ്പോൾ
അതിന് ശരിയായ രൂപം നമ്മൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ അത് ഓർക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രവാചകനോടുള്ള സഹാബത്തിന്റെ സ്നേഹം എന്തായിരുന്നു എന്ന്. ആ സഹാബത്ത് ഏതാണ്ട് പ്രവാചകന്റെ മരണശേഷം 100 വർഷക്കാരൻ ജീവിച്ചിരുന്നിട്ടുണ്ട്, തലമുറകളായിട്ട്. ഈ 100 വർഷവും ഈ റബീഉൽ അവ്വൽ ആഘോഷം നമുക്ക് കാണാൻ കഴിയില്ല. ഖുലഫാഉർ റാഷിദുകൾ 4 പേരും 30 വർഷം ഭരിച്ചിട്ടുണ്ട്, അന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായി പ്രവാചകനോടൊപ്പം ജീവിച്ച് പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ ചലനവും മനസ്സിലാക്കി നമുക്ക് രേഖപ്പെടുത്തി തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള ആ പ്രവാചക ഭക്തിമാർ ഏതാണ്ട് 55 വർഷം പ്രവാചകന്റെ കാലശേഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റബീഅ് ഇങ്ങനെ അവര് ആഘോഷിക്കുകയോ അതുപോലെ ചെയ്തതായിട്ട് നമുക്ക് കാണാനും കേൾക്കാനും കഴിയില്ല. അതുപോലെ ഹിജറ 300 വരെ ഈ ഏർപ്പാടില്ല. ഹിജറ 300-ന് ശേഷം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇസ്ലാമിക സമൂഹത്തിൽ സർവ ഫിത്നകളും ഫസാദുകളും കൊണ്ടുവന്നതിന്റെ ഉത്തരവാദികൾ ഷിയാക്കളാണ്. ആ ഷിയാക്കളിലൂടെ തന്നെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്, മറ്റൊന്നുമല്ല. ഹിജറ 300-ന് ശേഷം ഷിയാക്കളിലെ ഫാത്തിമി വിഭാഗം, ഫാത്തിമിയാക്കൾ എന്നാണ് അവർക്ക് പറയുക, ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമിയ വിഭാഗമാണ് ഇതിന് ആദ്യമായി രംഗത്ത് വരുന്നത്. അതിൽ ഏറ്റവും മുൻകൈയെടുത്ത് മുമ്പോട്ട് വന്നത് മുളഫർ എന്ന് പറയുന്ന രാജാവാണ്. അതിലൂടെയാണ് പിന്നെ ലോകത്ത് മുഴുവൻ ഇത് ഏറ്റവും വലിയ വിഷയമായി മാറുകയും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് തെളിവ് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ തെളിവുകൾ അന്വേഷിച്ച് ഓരോ വർഷവും ഓരോ ഖുർആൻ വചനങ്ങൾ ഓരോന്നായി തെളിവായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒറ്റ ചോദ്യം മാത്രം, ആ ഖുർആനിലെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകന് മനസ്സിലായിരുന്നില്ലേ? ആ വിശുദ്ധ ഖുർആനിലെ വചനം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഖുർആൻ വ്യാഖ്യാതാക്കളായി ലോകത്ത് പ്രശസ്തി നേടിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബത്ത് ജീവിച്ചിരുന്നിട്ട് അവർക്ക് ഈ ആയത്ത് ഇതിനു വേണ്ടി അവതരിച്ചതാണെന്ന് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പ്രവാചക ഭക്തിമാർക്ക് മനസ്സിലായില്ലേ? വേണ്ട, താബിഉകൾക്ക് മനസ്സിലായില്ലേ? താബിഉകൾക്ക് മനസ്സിലായില്ലേ? അയിമ്മത്തുൽ അർബഅക്ക് മനസ്സിലായില്ലേ? പിന്നെ എവിടുന്നായി പുതിയ വചനമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്? കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, ആ തെറ്റിനെ ന്യായീകരിക്കാനും അത് ശരിയാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയുള്ള അങ്ങേറ്റത്തെ ആഴത്തിലുള്ള ശ്രമത്തിന്റെ ഫലമാണ് ഇത്തരം വചനങ്ങൾ പുറത്തേക്ക് വരുന്നതെന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പൊ സൂചിപ്പിക്കുന്നുള്ളൂ. കൂടുതൽ വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് അത്തരം കെണികളിലൊന്നും പെട്ടുപോകാതെ ആരാണ് വിശ്വാസി, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാധാരണയായി മരണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയാണ്. എന്നാൽ ഏറ്റവും അടുത്തവരും നമ്മളുമായി ബന്ധപ്പെട്ടവരുമായ ആളുകളുടെ മരണങ്ങൾ എന്ന് പറയുന്നത് അതിലും വേദനാജനകമായ കാര്യമാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വരെ 3 മരണങ്ങൾ. അതിൽ 2 എണ്ണം ഇന്ന് വെളുപ്പിലെ നടന്ന മരണമാണ്. ഇതെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ. ആദ്യം നടന്നത് നമ്മുടെ ഈ സ്ഥാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രസ്റ്റുകളുമായൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സഹോദരിയായിരുന്ന സുഹറാബായിയാണ്. ഈ പള്ളിയിൽ രോഗം വരുന്നതിന് മുമ്പ് അവർ സ്ഥിരമായി എഴുത്തിക്കാഫിരിക്കുകയും ഈത്തിക്കാഫിന്റെ വേളയിൽ ഒപ്പം വരുന്നവർക്ക് നോമ്പ് തുറപ്പിക്കുകയും നോമ്പ് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ ജീവിച്ചു പോന്ന ഒരു സഹോദരിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മയ്യത്ത് നാം ഇവിടെ വെച്ചാണ് നമസ്കരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവർ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു മരണം അതിനുശേഷം നടന്നത് 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സ്റ്റുഡന്റാണ്, ഒരു സ്റ്റുഡന്റിന്റെ ഭാര്യയാണ്. നാസർ എന്ന് പറയും നമ്മുടെ ഈ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവിടെ എല്ലാ കാര്യത്തിനും ഈ പള്ളിയുമായി ഇടപഴകി പോകുന്നവനാണ്. ഇവിടെ കഴിഞ്ഞവൻ അവന്റെ വീട് പോലും ഉള്ളൂ. അങ്ങനെയുള്ള നാസറിന്റെ ഭാര്യ നസീമ, അവളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാ, ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുള്ളതാ.
പഠിപ്പിച്ചിട്ടുള്ളതാ. 40 വയസ്സ് പിന്നിട്ടിട്ടേ ഉള്ളൂ. നിന്ന നിലയിൽ കുഴഞ്ഞു വീണു മരിച്ചു. അതും ഞാൻ പറഞ്ഞുവല്ലോ, മരണം വേദന ഉളവാക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങൾ അങ്ങ് മനസ്സിലേക്കാഴും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാർത്ഥികളായ 3 കുട്ടികളാണുള്ളത്. അവർക്കിതെല്ലാം തരണം ചെയ്തു പോകാനുള്ള മനസ്സ്, ദൃഢമായ മനസ്സ് അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് വെളുപ്പിനെ മരണപ്പെട്ടത് നിങ്ങൾക്കൊക്കെ പരിചിതനാണ്, മൊഹമ്മൂട്ടി സാഹിബ് എന്ന് പറയും. നമ്മളുടെ ഈ MG റോഡിൽ ഒരു ബാങ്കില് ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം ഈ 3-ാമത്തെ സഫിൽ നേരെ മുന്നിൽ നോക്കിയാൽ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും. ഇന്ന് വെളുപ്പിലെ അദ്ദേഹവും മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പള്ളുരുത്തിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഇങ്ങനെ ദിനമെന്നോണം ഇങ്ങനെ മരണവാർത്തകൾ ഓരോന്നോരോന്നായി ഞാനും നിങ്ങളും കേൾക്കുന്നു. ഇനി ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, ഈ പറയുന്ന എന്റെയും മരണവാർത്ത എപ്പോൾ എന്ന് മാത്രം അറിയില്ല എന്നേ ഉള്ളൂ. ഒരുങ്ങുക, ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക. ആ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ ഒരുക്കവും നടത്തുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്തിരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ICUയിലും മറ്റും ഗുരുതരമായ രോഗത്തിന് വിധേയരായി ഉള്ള ആൾക്കാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളെയും അകറ്റി കൊടുക്കുമാറട്ടെ. അവരുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മൾക്കൊക്കെ വന്നു ഭവിക്കാവുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا